തകർന്ന് തരിപ്പണമായി പട്ടാമ്പി നെല്ലുവായ് റോഡ്. പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവുമില്ല. അപകടങ്ങൾ നിത്യപതിവാണ്. ജനപ്രതിനിധികളും അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വർഷത്തോളമായി ദുരിതത്തിലാണ് ഇതിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ. നിത്യേന 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന, പട്ടാമ്പിയിൽ നിന്നും നെല്ലുവായ് വഴി കുന്നംകുളത്തേക്കും വടക്കാഞ്ചേരിയിലേക്കും പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിന്റെ അവസ്ഥയാണിത്. മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമായ തൃത്താല നിയോജക മണ്ഡലത്തിലെ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിന്റെ അവസ്ഥയാണ് നിങ്ങളെ കാണുന്നത്. പട്ടാമ്പിയിൽ നിന്നും നെല്ലുവായ് വഴി കുന്നംകുളത്തേക്ക് നിരവധി വാഹനങ്ങൾ, ദിവസേന 1000-കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ്. 10,000-കണക്കിന് യാത്രക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റോഡ്. ഈ റോഡ് ഒരു വർഷത്തോളമായി ഇതുപോലെ പൊളിഞ്ഞു കിടക്കുകയാണ്. വളരെ ശോചനീയമാണ് ഈ റോഡിന്റെ അവസ്ഥ. കഴിഞ്ഞ ദിവസം വളരെ ശോചനീയമാണ് ഈ റോഡിന്റെ അവസ്ഥ. യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡ്, കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ ഒരു റോഡ്. ഇത് റോഡാണോ അതോ തോടാണോ എന്നതിനെ കുറിച്ചാണ് സംശയം. ഇതിപ്പോ നമ്മൾ റോഡ് പൈപ്പ് ലൈനൊക്കെ വന്നതിന് ആകെ കോളേജ് കിടക്കുകയാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഇതേമാതിരി എമ്മാര് പത്താമ്പിക്ക് പോണ സമയത്ത് ഒരു സ്കൂട്ടി ഓട്ടോയ്ക്ക് ഇത് കയറി വന്ന് ആ കുട്ടി അവിടെ വീണിട്ട് ബസ് എടുത്തതാണ്. എല്ലാരും കൂടി ആളുമാളൊക്കെ കൂടിയിട്ട് പറഞ്ഞിട്ട് ഇതേമാതിരി രക്ഷപ്പെട്ട് അത് കഴിച്ചിലായി രക്ഷപ്പെട്ടതാണ്. അതേപോലെ തന്നെ പറഞ്ഞപ്പോ രാവിലെ ഒരു സ്കൂട്ടി ഇതേമാതിരി ആ തിച്ചൂർ ഭാഗത്തുനിന്ന് വന്നിട്ട് ഇവരെ വീണിട്ട് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടേ. അങ്ങനെ ദുരിതം, ജനങ്ങളാകെ ദുരിതത്തിലായിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടാണ് ജനങ്ങളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത് അധികാരികളും എന്തെങ്കിലും ഒന്ന് കാട്ടിയിട്ടൊന്ന് ക്ലിയറാക്കേണ്ട ഒരു ഇത് സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം എല്ലാവരും. അത് അത്രയും വണ്ടികളും യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഇപ്പൊ ഈ ലെവലായി കണ്ടിരിക്കുന്നത്. നിരവധി പരാതികൾ പല സ്ഥലങ്ങളിലും ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ലാതെ ഒരു വർഷത്തോളമായി ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പിന്നെ ഇവിടുത്തെ റോഡ് തന്നെ പറ്റ പോക്കാണ്. വട്ടുള്ളിൽ നിന്ന് വിട്ടാൽ കറുവത്തൂര് വരെ റോഡ് പോയാൽ വെറും കുണ്ടും കോഴിയും ബൈക്കേര് വീഴുന്നു, കാറേര് വീഴുന്നു. ഓരോ കുണ്ടിൽ കയറിയ വണ്ടി തള്ളി കൊടുക്കണം, കയറ്റണമെങ്കിൽ ഇതൊക്കെ വലിയ പണിയാണ്. ഇതിനിപ്പോ ചോദിക്കാനും പറയാനും ആളില്ല. അവര് പൈപ്പ് കൊടുത്തിട്ട് അത് പൊളിച്ച് നാസാക്കി, ഉള്ള റോഡ് നാസാക്കി. പൈപ്പ് പൊളിച്ച് നേരാക്കണ്ട ആട്ടല്ലേന്. ഇതാകെ കുണ്ടും കോഴിയും വണ്ണം. ഇപ്പൊ ആൾക്കാർക്ക് നോക്കിയാൽ കാണേ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ ചോദിക്കാൻ ആരും ഇല്ല, അതാണ് പ്രശ്നം. ഇതിനെന്തെങ്കിലും വ്യക്തമായ ഒരു നടപടി പെട്ടെന്ന് എടുക്കണം.